ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ സൺഡേ സ്പെഷ്യലാണ് കേട്ടോ. മറ്റൊന്നുമല്ല, നമ്മൾ വെക്കേഷനൊക്കെ തീരാൻ പോവുകയല്ലേ. അപ്പം പിള്ളേരെയൊക്കെ ആയിട്ട് ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടി എവിടെ പോകണമെന്ന് പ്ലാൻ ചെയ്തപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് നമുക്ക് ആലപ്പുഴ ബീച്ചിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. നമ്മൾ ഒരു സ്റ്റോളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ആകെപ്പാടെ എന്തായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് അവിടെ ചെന്നത്. അപ്പം ആദ്യം ഞങ്ങൾ അവിടെ കയറുന്നതിന് ഇപ്പോൾ 3 മണിയൊക്കെ ആകുമ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പം ഇച്ചിരി നേരത്തെ അങ്ങ് ചെയ്യും കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പിള്ളേർ പറഞ്ഞു നമുക്ക് ബീച്ചിലൊക്കെ ഇറങ്ങാം. അങ്ങനെ ബീച്ചിലിറങ്ങി കുതിച്ച് മറിയുകയാണ്. നല്ല രസമില്ലേ ഗായ്സ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടലിൽ കിടന്നിങ്ങനെ എന്താ പറയുക, ആ തീരയൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അതിലേക്ക് ചാടി ഇറങ്ങുക, കുത്തി മറിയുക. ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യില്ലേ കടൽ? ചെറിയവർ മുതൽ വലിയവർ വരെ. എനിക്ക് ഈ ചെറുപ്പം മുതൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കടലിൽ ഇറങ്ങുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ വെള്ളത്തിലിറങ്ങിയുള്ള പരിപാടിയൊക്കെ കാണുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. എങ്കിലും ശരിക്കും പിള്ളേർ എൻജോയ് ചെയ്തു. പിള്ളേരെന്ന് മാത്രമല്ല, ഞാനും എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ 3 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ സ്റ്റാൾ ഓപ്പൺ ചെയ്തു. അതിലേക്ക് നമ്മൾ കയറി. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞു. കണ്ടില്ലേ, വണ്ടർലാവിലൊക്കെ പോലെ വെള്ളം കുതിച്ച് ചാടി ഇങ്ങനെ വരുന്നത്. നല്ല മ്യൂസിക് ഒക്കെ ഇട്ട് നല്ല തകർത്ത് പൊളിച്ചവർക്ക് കുളിക്കാനായിട്ട്. പക്ഷേ എനിക്ക് ഡ്രസ്സ് മാറാനായിട്ട് ഞാൻ വേറൊന്നും കൊണ്ടുപോയില്ല. അപ്പോൾ അത് കാരണം എനിക്കതിനകത്ത് കയറാൻ പറ്റാൻ സങ്കടമാണ്. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടി കിടന്ന് എൻജോയ് ചെയ്യുന്ന കണ്ടപ്പോൾ ശരിക്കും ഒരു സങ്കടം തോന്നിയപ്പോൾ ഞാനിന്നിട്ട് സൈഡിലൊക്കെ ഒന്ന് പോയി നിന്നു. അദ്ദേഹത്തിന് വെള്ളമൊക്കെ തെറിക്കുന്നതായിട്ട് ഫീൽ ചെയ്തു. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതം എന്തായിട്ട് വെറും 200 രൂപയാണ് ഒരാൾക്ക് എൻട്രി പാസ്. അപ്പോൾ ആ 200 രൂപ നമ്മളോട് പറഞ്ഞു 200 രൂപയാണ്. പക്ഷേ അതിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 200 രൂപയ്ക്ക് നമ്മൾ ഇത്രയും സർപ്രൈസ് നമ്മളെ കാത്തിരിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ശരിക്കും എത്ര നേരം വേണമെങ്കിലും ആ വെള്ളത്തിൻ്റെ കീഴിൽ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. കേട്ടോ, ഒരു അച്ചായൻ നിൽക്കുന്നുണ്ടോ? അതാ പറഞ്ഞത്, ചെറുപ്പക്കാർ മുതൽ വളരെ പ്രായം ചെന്നവർ വരെ ശരിക്കും എൻജോയ് ചെയ്ത ഒരു പരിപാടിയായിട്ട് കിട്ടുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഷോളൊക്കെ കിട്ടുമ്പോൾ പോകുന്നത്. അപ്പോൾ ഗായ്സ്, നമുക്കിതിൻ്റെ വെള്ളച്ചാട്ടമാണ് കാണുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഒത്തിരി പറയാൻ പറ്റുന്നില്ല. കാരണം ഇങ്ങനെ വെള്ളം വീഴുന്നത് കാരണം ഭയങ്കര നല്ല തണുപ്പൊക്കെ ഉണ്ട്. അതായത് എല്ലാവരും ഇവിടെ വരണം. ഏതായാലും ഇതിൻ്റെ ഡേറ്റൊക്കെ കഴിഞ്ഞു തോന്നുന്നു കേട്ടോ, തീരാറായി. നല്ല രസമാണ്, ഉപ്പുവെള്ളമാണ്, നല്ല കാറ്റുമുണ്ട് കേട്ടോ. തിരിച്ചു പോകുന്ന ഒരു ഫീലാട്ടോ ഉണ്ടാവുക. അപ്പോൾ നമ്മളിങ്ങനെ അകത്തേക്ക് കയറുകയാണ്. എന്തോരം ആളുകളാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സൂചി കുത്തിപ്പിടിക്കാനായിട്ട് ഇടമില്ലാത്ത പോലെ. ശരിക്കും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പോവുകയാണ്. നല്ല എന്താ പറയുക, പാർക്കിലൊക്കെ പോകുന്ന പോലെ നമുക്കൊരു എന്തോ ഒരു ഫീലിംഗ് ആയിരുന്നു അതിനകത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ. രാത്രിയിലാണ് കൂടുതൽ രസകരമാവുക, കാരണം ലൈറ്റും വെട്ടവും എല്ലാം ഇട്ട്. ഞങ്ങൾ രാത്രിയിലല്ല, അതിന് മുമ്പ് പോയതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ളതും എല്ലാത്തിനും. പിന്നത്തെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൂക്കളുടെ ലോകത്തേക്ക്. ശരിക്കും എന്താണ് അവിടെ പോയാൽ മാത്രമേ നമുക്കത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റൂ. അയ്യോ, എന്ത് തരം വെറൈറ്റി ആയിട്ടുള്ള പൂക്കളാണ്. പക്ഷേ ഇങ്ങനെ അതിനകത്തൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ ആ പൂക്കളുടെ ലോകത്തേക്ക് നമ്മളങ്ങ് നീന്തി തുടിക്കുക കേട്ടോ. എന്ത് രസകരമാണ്. ഇപ്പം 200 രൂപ നമുക്ക് നഷ്ടമായിട്ട് തോന്നുന്നുണ്ടോ? തോന്നില്ല. ഇതിങ്ങനെ നടന്ന് ഒത്തിരി കടകളൊക്കെ അതിനകത്തുണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും ഞെട്ടിച്ച് പോകുന്നു. വാവ്, ശരിക്കും അമേസിങ്. കണ്ടില്ലേ, നമ്മൾ ചെന്ന് കഴിയുമ്പോൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, എനിക്ക് തകർത്ത്. എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. എത്ര രൂപ മുടക്കിയാലും എന്ന് വിചാരിച്ചു. 4 മക്കളാണ്. അപ്പോൾ എല്ലാവരുമായിട്ട് നല്ലത് ഒരാഴ്ച കൂടെ ഉള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ ആരും മിസ് ചെയ്യില്ല ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ തുള്ളിച്ചാടും.
വീഡിയോ എടുക്കേണ്ടവർക്ക് വീഡിയോ എടുക്കാം, ഡാൻസ് കളിക്കേണ്ടവർക്ക് ഡാൻസ് കളിക്കാം. ശരിക്കും കണ്ടില്ലേ, പൂക്കൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. പൂക്കൾ അത് വെറൈറ്റി ആയിട്ടുള്ള പൂക്കളാട്ടോ. എല്ലാം പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് വെച്ചിരിക്കുക. പ്ലെയിനുണ്ട്, ആനയുണ്ട്, കോഴിയുണ്ട്, എന്തൊക്കെയുണ്ടോ അവത്തേല എല്ലാം. പിന്നെ കണ്ടില്ല റൗണ്ട്, ലവ് ചിഹ്നം, പിന്നെ നമ്മളിങ്ങനെ കണിക്കൊന്നകളുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരിതാണ് ഒരുക്കിയിരിക്കുന്നത്. നമ്മളിങ്ങനെ പോകുമ്പം പൊയ്ക്കൊണ്ടേയിരിക്കണം. അവിടെ നിന്ന് ഇറങ്ങി അടുത്തതിനകത്തോട്ടിറങ്ങി ഇങ്ങനെ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് സമയം ശരിയായില്ല, ഒത്തിരി അങ്ങ് വൈകിപ്പോയി കേട്ടോ. ഒരു 2-2.5 മണിക്കൂറെങ്കിലും നമ്മളിങ്ങനെ നടക്കുകയാണ് അതിനകത്തോട്ട്. പലതരം കാഴ്ചകളൊക്കെ കണ്ട്. അത് കുറച്ച് മാത്രമേ നമ്മൾ വീഡിയോയിൽ എടുത്തിട്ടുള്ളൂ. ബാക്കി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആളായിരുന്നു. ഫോൺ പിടിക്കാൻ പോലുമുള്ള സ്പേസ് ഇല്ലാതെ പോയി. അതാണ് പറ്റിപ്പോയത്. ഇല്ലായിരുന്നെങ്കിൽ ബാക്കിയും കൂടെ എടുത്തേനെ. പക്ഷെ നമുക്ക് അതിനുള്ള ഒരു സമയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സമയത്തിൻ്റെ അല്ല, തിക്കും തിരക്കും. കാരണം നമുക്ക് ഫോണൊന്ന് പിടിക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് ആളുകളാണ്. കാരണം ഒന്ന് കണ്ടവർ പിന്നെയും ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരികയല്ലേ ചെയ്യുന്നത്. അപ്പോൾ എന്ത് രസമല്ലേ. അയ്യോ ദൈവമേ, ശരിക്കും പോയിന്ന് കാണണം കേട്ടോ. ഇത് മിസ് ചെയ്താൽ ശരിക്കും നമ്മൾ സങ്കടപ്പെടേണ്ടത് വരും. അതുപോലെ രസകരമാണ്. ഒരാഴ്ചയും കൂടെ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിങ്ങനെ പറയുന്ന കേട്ടു. എന്നാലും നമ്മൾ സ്കൂൾ തുറക്കാനൊക്കെ പോവുകയല്ലേ, അപ്പം വെക്കേഷൻ തുടങ്ങിയതാണ്. പക്ഷെ ഞങ്ങളിപ്പോഴാണ് പോയത്. അപ്പം ഒരു 6:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പുറത്ത് വന്നപ്പം തൊട്ടിലാട്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ